എന്തറിഞ്ഞിട്ടാണ് താനക്ക് വർത്താനം പറയാൻ നിൽക്കുന്നത്? എന്റെ ഹസ്ബൻഡിന്റെ അനിയൻ മരിച്ചിരിക്കുന്ന സമയത്ത് എനിക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഓക്കെ, പ്രതികരിക്കാണ്ടിരിക്കുന്ന എന്താണെന്നറിയോ? പിന്നെ 90 ദിവസത്തെ എഗ്രിമെന്റും കാര്യങ്ങളും വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാൻ നിയമപരമായിട്ട് നീങ്ങിയിട്ടുമുണ്ട്. അതെ, പറ്റിച്ച് ജീവിക്കാം. എനിക്ക് പറ്റിച്ച് ജീവിക്കാനേ അറിയുള്ളൂ. അത് എന്റെ മിടുക്ക്. പറ്റിക്കാനായിട്ട് നീക്ക് നിന്നിരുന്നത് എന്തിനാണ്? മേലാൽ ഇങ്ങനത്തെ വർത്താനം കൊണ്ട് എന്റെ മെസ്സേജ് എങ്ങാനും അടിക്കാമെങ്കിലുണ്ടല്ലോ. അതെ, ഞാൻ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ്. എന്താ, താൻ കൂടുന്നുണ്ടോ? ആയോ, ഞാൻ സ്ഥലം പറഞ്ഞുതരാം. ഒരു സൈഡ് മാത്രം കേട്ടിട്ട് വേണ്ടിട്ട് താൻ നിക്കരുത് കേട്ടോ. ഇത്രയും നാളെ ഞാൻ പ്രതികരിച്ചില്ല എന്ന് പറഞ്ഞിട്ട് എന്റെ മെക്കട്ടോട്ട് ആവശ്യമില്ലാത്ത കൊണ്ട് വന്നിട്ടുണ്ടല്ലോ. ഏതവനാണെങ്കിലും പറയാനുള്ളത് ഞാൻ തരും. കാര്യം അറിയാവുന്ന എന്റെ അടുത്ത് സംസാരിക്കാനായിട്ട് നിക്കരുത്. തന്റെ ഒന്നും കാശ് വാങ്ങിച്ചിട്ടല്ലോ ജീവിക്കുന്നത്. രാഗിൻ ചേരുന്നുണ്ട്. രാഗിൻ, അതായത് ഇത്രയും ആളുകളെ തട്ടിക്കുമ്പോഴും ഇത്രയും ആളുകൾക്ക് നഷ്ടം സംഭവിക്കുന്ന അവസ്ഥയിൽ പോലും ആ കയ്യൂക്കും ഹൊങ്കും കാണിക്കുകയാണ്. ഞാൻ എൻ്റെ തൊഴിൽ തട്ടിപ്പാണ് എന്ന് പറയുമ്പോൾ അതൊരു വല്ലാത്തൊരു വെല്ലുവിളിയാണ്. ഈ സംഭാഷണമൊക്കെ അത് ഏത് സമയത്തേതെന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത്. ഒരുപാട് ജില്ലകളിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരുപാട് പരാതികൾ കാണും. ആ പരാതിക്കാരുള്ള പെരുമാറ്റം ഇത് തന്നെ ക്രിമിനൽ മൈൻഡാണ്. എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത് രാഗിൻ? ഇവരാള് ചില്ലറക്കാരിയല്ല എന്നതാണ് ഇതിലൂടെയൊക്കെ തന്നെ വ്യക്തമാകുന്ന ഒരു കാര്യം. അതായത് ഈ കേസിലെ മുഖ്യ പ്രതിയായിട്ടുള്ള കാർത്തിക പ്രദീപിൻ്റെതായി പറയപ്പെടുന്ന ശബ്ദ സംഭാഷണമാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. ഇത് വലിയ തോതിൽ തന്നെ സോഷ്യൽ മീഡിയയിലടക്കം പ്രചരിക്കുന്നുണ്ട്. ഈ തട്ടിപ്പ് ചോദ്യം ചെയ്യുന്ന ആളോടാണ് ഇത്തരത്തിൽ രൂക്ഷമായി പ്രതികരിക്കുന്നത്. മാത്രമല്ല, തന്റെ ഭാഗം ന്യായീകരിക്കുന്നതിനൊപ്പം തനിക്ക് പറ്റിച്ച് ജീവിക്കാനേ അറിയൂ, അത് തന്റെ മിടുക്കാണ്, പറ്റിക്കാനായി നിങ്ങൾ നിന്നു വരുന്നത് എന്തിനാണ് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഒരു കാര്യം മനസ്സിലാക്കണം, അതായത് 3 ലക്ഷം മുതൽ 8 ലക്ഷം രൂപ വരെയാണ് ഒട്ടനവധി പേരിൽ നിന്ന് ഇവർ തട്ടിച്ചിട്ടുള്ളത് എന്നതാണ് പോലീസിന്റെ FIR തന്നെ. അങ്ങനെ 18ഓളം കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നു. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഈ രീതിയിലായിരുന്നു ഇവരുടെ പെരുമാറ്റം. ഇവർ ഭീഷണിപ്പെടുത്തിയിരുന്നതായൊക്കെയുള്ള വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. മറ്റ് കാപ്പ കേസ് പ്രതികളെ അടക്കം വച്ച് ഭീഷണിപ്പെടുത്തിയതായിട്ടുള്ള വിവരങ്ങൾ പോലീസിന് കിട്ടിയിട്ടുണ്ട്. അപ്പോഴാണ് ഇത്തരത്തിലുള്ള ഇവരുടേതായി പറയപ്പെടുന്ന ശബ്ദ സന്ദേശം കൂടി ഇത്തരത്തിൽ, അല്ലെങ്കിൽ ശബ്ദ സംഭാഷണം കൂടി ഇത്തരത്തിൽ പുറത്തേക്ക് വരുന്നത്. ഇത് അറസ്റ്റിന് മുൻപ് ഉണ്ടായതായാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അറസ്റ്റിന് മുൻപ് ഒരാൾ വിളിച്ചിട്ട് ചോദിച്ചപ്പോൾ പറയപ്പെടുന്നതായുള്ള സംഭാഷണമാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. എന്തായാലും പോലീസ് ഇതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായിട്ടുള്ള അന്വേഷണം നടത്തുകയാണ്. ഈ കേസിൽ കൂടുതൽ പ്രതികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും പോലീസ് വ്യക്തമാക്കുന്നു. കാരണം ഈ 25-26 വയസ്സാണ് ഇവർക്ക് അത്തരത്തിൽ ഒരു വലിയ തോതിലുള്ള തട്ടിപ്പിന് നേതൃത്വം കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇതിന്റെ ഒരു മാസ്റ്റർ പ്ലാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുകയാണ്. മാത്രമല്ല, ഇവർ നേരത്തെ പറഞ്ഞിരുന്നത്, അവകാശപ്പെട്ടിരുന്നത് ഡോക്ടറാണ് എന്ന് അവകാശപ്പെട്ടാണ് മുന്നോട്ട് പോയിരുന്നത്. എന്തായാലും ഇവർ ഉക്രൈനിൽ ഈ MBBS പഠനം നടത്തിയിരുന്നതായി പോലീസിന് ബോധ്യമായിട്ടുണ്ട്. അവിടെ ചില ആശുപത്രികളടക്കം ചികിത്സ നടത്തിയതായിട്ടുള്ള ചില വിവരങ്ങൾ കൂടി ലഭിച്ചിട്ടുണ്ട്. എന്തായാലും അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ സംശയകരമാണ്. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പരിശോധന നടത്തുന്നുണ്ട് പോലീസ്. ശരി, എന്തായാലും തട്ടിക്കാനും വെട്ടിക്കാനും ഒരു മടിയില്ല, അത് തുറന്നു പറഞ്ഞ് വെല്ലുവിളിക്കാനും ഒരു മടിയുമില്ല. മാത്രമല്ല, തൊഴിൽ തേടിയൊക്കെ വരുന്ന ആളുകൾ, ഒരുപാട് സ്വപ്നം കണ്ടൊക്കെ വരുന്ന ആളുകളാണ്. അപ്പോൾ അവരെയൊക്കെ തട്ടിച്ചിട്ടും ഒരു ഉളുപ്പുമില്ലാതെ അവരെ വെല്ലുവിളിക്കുകയാണ്. മാത്രമല്ല, കാപ്പ കേസിലെ പ്രതികളെയൊക്കെ ഉപയോഗിച്ച് അവരെ വിരട്ടുകയാണ്. അപ്പോൾ ചില്ലറക്കാരിയല്ല. ഇനിയും ഒരുപാട്, ഇപ്പോൾ 18 പരാതികളാണെന്ന് തോന്നുന്നു രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മറ്റ് ജില്ലകളിലൊക്കെ ഇനി പരിശോധന നടത്തി കഴിഞ്ഞാൽ പോലീസിന് ഒരുപാട് കാര്യങ്ങൾ, ഒരുപക്ഷെ ഒരുപാട് നാണക്കേട് കാരണം മിണ്ടാതിരിക്കും. അത് ഒരു ഉളുപ്പില്ലാതെ കൂസലോ, വളരെ ഒരു കൂസലും ഇല്ലാതെ അങ്ങനെ ഈസി ആയിട്ട് പോലീസിനൊപ്പം പോകുന്നു, അവിടെ പോലീസിന്റെ അന്വേഷണം സഹകരിക്കുന്നു. ഇതാണ് വെളിവാകുന്ന സംഭാഷണങ്ങളെങ്കിൽ തീർച്ചയായും പോലീസ് കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് തന്നെ പോകണമെന്നാണ് തോന്നുന്നത്.